ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കലണ്ടർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നവയിൽ 2012 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വർഷം ഏത്? അതായത് ഈ 2012 കലണ്ടർ അതേപടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വർഷം ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന വർഷത്തെ പറ്റിയാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഈ 2012 ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ അതിൽ ലാസ്റ്റ് രണ്ടക്കങ്ങൾ എടുക്കുക. ലാസ്റ്റ് രണ്ടക്കങ്ങൾ എന്ന് പറയുമ്പോൾ 12. ഈ 12നെ എന്ത് ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കുക, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 12നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ശിഷ്ടമാണ്. ഇവിടെ ശിഷ്ടം എത്രയാണ് വന്നിരിക്കുന്നത്? 0 ആണ്. ശിഷ്ടം എത്ര വരും? 12നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം ഇല്ല, ശിഷ്ടം 0 ആണ്. അങ്ങനെ ശിഷ്ടം 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന വർഷം ഏതാണോ അതിനോടൊപ്പം 28 കൂട്ടുക. അതായത് 2012നോടൊപ്പം 28 കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 2040. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്ത് ശിഷ്ടം ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് 2040 ശിഷ്ടം ചെയ്യുന്ന സമയത്ത് ശിഷ്ടം എന്ന് പറയുന്ന കാര്യം ഒന്നാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 6 കൂട്ടുക. ഇനി ശിഷ്ടം എന്ന് പറയുന്ന കാര്യം 2 അല്ലെങ്കിൽ 3 ആയി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 11 കൂട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ആവർത്തിച്ച് വരുന്ന കലണ്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കുക, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 28 കൂട്ടുക. ശിഷ്ടം 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 6 കൂട്ടുക. ശിഷ്ടം 2 3 ആയി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 11 കൂട്ടുക. ഓക്കെ.